എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മുടെ ഒരു വീഡിയോയിലോട്ട് പോവുക. അപ്പോൾ ഇന്ന് ഞാൻ ആമിൻ്റെ അച്ചാറിടുന്നതിൻ്റെ വീഡിയോയാണ് കാണുന്നത്. ഇത് നോർത്ത് ഇന്ത്യക്കാരിടുന്ന പോലുള്ള മാങ്ങയുടെ അച്ചാറായിരുന്നു ഞാനിടുന്നത്. 1 വർഷം 2 വർഷമൊക്കെ ഇരിക്കും. അപ്പോൾ അതുപോലത്തെ അച്ചാറാണ് ഞാൻ ഇന്നിടുന്നത്. അപ്പോൾ അതിന് ഞാൻ എടുത്തു വെച്ചിട്ടുള്ള സാധനമൊക്കെ നിങ്ങളെ കാണിക്കുക. എന്തുണ്ട്, ഇത് കരിഞ്ജീരകം, ഇത് നമ്മുടെ സോമ്. അപ്പോൾ ഞാൻ നിങ്ങളെ ഒന്നുകൂടെ കാണിക്കാം. അപ്പോൾ അതിനിടാൻ പോകുന്ന മസാലകളൊക്കെ ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കാം. എന്തുണ്ട്, ഇത് കടുക്, ഇത് നമ്മുടെ പെരുംജീരകം, ഇത് ഉലുവായ്, ഇത് കരിഞ്ജീരകം, ഇത് നല്ല ജീരകം, ഇത് പിന്നെ നമ്മുടെ ഇച്ചിരി ഇതെന്താ കായം. ഇത്രയും സാധനമാണ് ഞാനിതിന് ചേർക്കുന്നത്. പിന്നെ മുളക് പൊടി വേറെ, കടുവെണ്ണ നമ്മൾ മേടിച്ച് വെച്ചിട്ടുണ്ട് അതും വേറെ. അപ്പം നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് മൂപ്പിച്ചൊന്നെടുക്കാം, ഒന്ന് ചൂടാക്കി. അപ്പം ആദ്യം നമ്മൾ ചീനിച്ചട്ടി ഒന്ന് ചൂടാക്കട്ടെ. ഇപ്പം ചീനിച്ചട്ടി ഒന്ന് ചൂടായി കഴിഞ്ഞ് നമുക്ക് വെള്ളമയം ഒട്ടും പാടില്ല. അപ്പം നമുക്ക് ആദ്യം നിങ്ങൾ കണ്ടല്ലോ, കടുക്, ഞാൻ രണ്ടാമതൊന്നുകൂടെ പറയാം, കടുക്, ഉലുവ, പെരുംജീരകം, നല്ല ജീരകം, പിന്നെ കരിഞ്ജീരകം, ഇത്രയും സാധനം. അപ്പം നോക്കി ഇതെല്ലാം കൂടി ഇട്ടൊന്ന് മിക്സാക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കും. ഇതിൻ്റെ കൂടെ ഹിന്ദിക്കാർ ഓരോരുത്തരും ഓരോ രീതിയിലാണ് വെക്കുന്നത്. ഇത് ഞങ്ങളുടെ വീട്ടുകാരോട് ചോദിച്ച് ഞാൻ ചെയ്തതാണ് ഇത്. പിന്നെ അവർ ചിലർ ഇത് എന്താ ഗ്രാമ്പൂ, ഏലക്കായും ഒക്കെ, നമ്മളതൊന്നും ഇടുന്നില്ല. അപ്പം ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ഇങ്ങനൊന്ന് ചൂടാകട്ടെ. ഓക്കെ, നമ്മുടെ ഈ മസാലകളൊക്കെ ഒന്ന് ചൂടായി. നമുക്കിതൊന്ന് ഗ്യാസ് ഒന്ന് ഓഫാക്കാം. എന്നിട്ട് നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചുകൊണ്ട് വരാം. ഞാൻ പറഞ്ഞു വെള്ളമയം ഒന്നും പാടില്ല, നമ്മൾ കുറേ നാൾ ഇരിക്കേണ്ടി വരും. അപ്പം നമുക്ക് ഇതെല്ലാം കൂടെ മിക്സിയുടെ ജാറിനകത്തിട്ട് തരി പോലെ ഒന്ന് പൊടിച്ചുകൊണ്ട് വരും. അപ്പം ഞാനൊരു കാര്യം ചെയ്യുന്നുണ്ട്, ഇതേലെ കുറച്ച് വേണ്ടി ഇത്രയുള്ളൂ. നമുക്കിത് ദാനയായിട്ട് തന്നില്ല. അപ്പം അതവിടെ ഇരിക്കട്ടെ, നമുക്കിതൊന്ന് പൊടിച്ചുകൊണ്ട് വരാം. അപ്പം നമ്മൾ പൊടിച്ച് വെച്ചേക്കുന്ന അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇതും കൂടെ എടുത്ത് ഇങ്ങോട്ടിടും. ഞാൻ തന്നെ അതും എടുത്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് കടുവെണ്ണ ഒന്ന് ചൂടാക്കാം. കടുവെണ്ണ ഞാൻ തന്നെ പാക്കറ്റിലെ തന്നെ മേടിച്ചേക്കുന്നത് കേട്ടോ. അതുകൊണ്ട് നമുക്ക് കുറച്ച് കടുവെണ്ണ ഇതിനകത്തോട്ട് ഞാൻ ഇതൊന്ന് പൊട്ടിച്ച് നമ്മൾ കുറച്ച് കടുവെണ്ണ ഒഴിക്കും. ഇത് ഇത്രയും വേണമല്ലോ, നമുക്ക് അത്രയും കടുവെണ്ണ ഒഴിക്കും. ഇതൊന്ന് ചൂടാവും. എന്നിട്ട് നമുക്ക് അതിനകത്തോട്ട് കുറച്ച് മുളക് പൊടിയും കൂടി, കുറച്ച് മഞ്ഞൾ. അപ്പം നിങ്ങളോട് ഞാൻ കാണിച്ചില്ലല്ലോ, ഞാൻ ഈ മാങ്ങ ഇന്നലെയാണെങ്കിൽ ഇത് ഞാൻ തന്നെ ഇരുന്ന് കണ്ടിച്ചു. എന്നിട്ട് ഞാൻ മഞ്ഞളും ഉപ്പും കൂടെ പുരട്ടി രാവിലെ ഒരു 10 മണിക്ക് കൊണ്ട് വെയിലത്തിട്ടതാണ്. ഇന്നലെ ചത്തിൻ്റെ പുറത്തിട്ടു, അത് ഉണക്കിയെടുത്ത് ഇന്നലെ വൈകിട്ട് ഇവിടെ കൊണ്ടുവച്ചിട്ട് ഇന്നാണ് ഞാനിത് ഇടാൻ പോകുന്നത്. ഇപ്പം നമ്മുടെ കടുവെണ്ണ ഒന്ന് ചൂടാക്കിയിട്ടുണ്ട്. ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന പിരിയമുളകിൻ്റെ, നമുക്ക് എരിവ് വേണമല്ലോ. അപ്പം നമുക്ക് ഇതെല്ലാം കൂടെ ഈ എണ്ണയ്ക്കകത്തിട്ടൊന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കാം. എണ്ണ തിളച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതങ്ങ് ഓഫാക്കി വെക്കാം. എന്നിട്ട് നമുക്ക് ഇതവിടെ ഇരുന്നൊന്ന് തണുക്കട്ടെ. പിന്നെ നമുക്ക് വേണ്ടിയത് നമ്മുടെ മാങ്ങ ഒരു പാത്രത്തിനകത്തോട്ട് വലിയതിലോട്ടിടാം. അപ്പം നമ്മൾ ഇത്രയുള്ളൊരു ചരിവ് എടുത്തിട്ടുണ്ട്. ആ ചരുവത്തിലോട്ട് നമുക്ക് ഈ മാങ്ങ മൊത്തം, ഇതിലൊരു ശകലം വെള്ളം ഉണ്ടായിരുന്നു മുറിയിൽ. അപ്പം നമ്മൾ മാങ്ങ എല്ലാം എടുത്തിട്ടു. ഇനി നമ്മളെടുത്ത് വെച്ചിരുന്ന ആദ്യം നമുക്ക് ഈ ദാനയായിട്ടുള്ള അത് കഴിഞ്ഞ് നമുക്ക് ഈ മസാല ഇട്ടു.
അതിട്ട് ഇങ്ങനെയൊന്ന് പെരട്ടും. നമ്മൾ ഉപ്പ് ഇതിനകത്ത് ചേർത്തിട്ടുണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് ഇനി നമുക്ക് ഉപ്പ് ചേർക്കാം. അപ്പം നമുക്ക് ഈ മസാലയെല്ലാം ഇങ്ങനെ ഒന്ന് പുരട്ടി വെക്കാം. അപ്പം നമ്മൾ എടുത്ത് വെച്ചിരുന്ന ആ കടുവെണ്ണയ്ക്കകത്ത് മുളക് പുരട്ടി വെച്ചിരുന്നു, അതും കൂടെ നമുക്ക് ഇതിനകത്തോട്ട് ഒഴിക്കും. എന്നിട്ട് നമുക്ക് തവിയൊന്നും ഇടണ്ട, ഇങ്ങനെ ഒന്ന് പുരട്ടി വെക്കാം. നമ്മുടെ അച്ചാറിന് നല്ല കളറുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇത് 1 വർഷം ഒക്കെ നിൽക്കും. ഞാൻ എല്ലാ പ്രാവശ്യവും ഇടുന്നതാണ്. ഞാൻ ഈ ഡൽഹി വന്ന അന്ന് മുതലേ ഞാൻ ഇങ്ങനെ ഇടും. ഇട്ട് ഞാൻ നാട്ടിലൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് ഞാൻ 1 പ്രാവശ്യം. നമ്മൾ കൈയൊന്നും നമ്മൾ തൊടുന്നില്ല. നമ്മുടെ ഈ അച്ചാർ നമുക്ക് ഒരു നല്ല ഒരു തുണി എടുത്ത് ഇതിൻ്റെ മണ്ടയ്ക്ക് കെട്ടി നമുക്കൊരു 2 ദിവസം നമുക്ക് വെളിയിൽ മാറ്റി വെച്ചേക്കാം. എന്നിട്ട് ഇടയ്ക്ക് നമ്മളിങ്ങനെ തവിയൊന്നും ഇടാതെ ഇങ്ങനെ കാണിച്ച് വെച്ചിട്ട് നല്ല ടിന്ന് ഉണ്ടല്ലോ, ആ ടിന്നിനകത്ത് നമുക്ക് കോരി വെച്ചാൽ മതി. അപ്പം അച്ചാറിടുന്ന എല്ലാവരും കണ്ടല്ലോ. അപ്പം ഇതിനി ഒരു കാര്യമുണ്ട്, നമ്മളെ ഇങ്ങനെ തന്നെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. നമ്മുടെ ആ മസാലയൊക്കെ ഒന്ന് പിടിച്ച് ഒരു 2 ദിവസത്തോളം ഈ വെളിയിലിരുന്നിട്ട് പിന്നെ ഇത് നമുക്ക് നല്ല എയർ കണ്ടെയ്നറിനകത്ത് കോരി വെച്ചാൽ ഒരു 2 വർഷം 3 വർഷം, ഇന്ത്യക്കാരൊക്കെ ഒത്തിരി ഓരോ വർഷവും എടുക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് റൊട്ടിക്ക് നല്ലതാണ്, ചപ്പാത്തിയുടെ കൂടെ ഇതേലെ ഒരു കഷ്ണം മതി. അപ്പം നമുക്ക് അങ്ങനെ ഇതൊന്ന് കോരി വെച്ച്, അപ്പോൾ ഇത് 2 ദിവസം വിളയിലിരിക്കട്ടെ. അത് കഴിഞ്ഞ് നമുക്കിത് തിന്നകത്ത് കോരി വെക്കാം. അപ്പോൾ എല്ലാവരും ഈ നോർത്ത് ഇന്ത്യനിലെ അച്ചാറിടുന്ന ഇങ്ങനെ കണ്ടല്ലോ. അപ്പം നിങ്ങളൊക്കെ മാങ്ങ കിട്ടുവാണെങ്കിൽ ഇവിടെ ഉള്ളവരൊക്കെ എടുത്ത് മേടിച്ചിടുക. ഓക്കെ, ഞാനാണ് വേർത്ത് കുളിച്ചു. നിങ്ങളൊക്കെ കണ്ടല്ലോ, അച്ചാറിടുന്ന കണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെ ഇടുക. ഞാനിത് ഞങ്ങളുടെ വീട്ടുകാരോട് ചോദിച്ചിട്ട് അവരുടെ കയ്യിൽ നിന്ന് അവർ പറഞ്ഞ് അതുപോലെ ഞാൻ ഇട്ടതാണ്. ഞാൻ ഇട്ടിട്ടുണ്ട് 2-3 ഒത്തിരിയും വട്ടം ഞാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ ഒന്നുകൂടെ കറക്റ്റായിട്ട് ചോദിച്ചിട്ട് ഇന്നപ്പം ഞാൻ ഇന്നലെ ഇത് 2 കിലോ മാങ്ങ മേടിച്ചത്, അത് വെച്ച് ഞാൻ ഇട്ടതാണ്. ഇതപ്പോൾ ഇത് നമ്മൾ തന്നെ കണ്ടിച്ച് നമുക്ക് എങ്ങനെ വേണമെങ്കിലും കണ്ടിക്കാം. മാങ്ങാണ്ടിയോടുകൂടിയും കണ്ടിക്കാം, മാങ്ങാണ്ടി ഇല്ലാതെ പുളി എടുക്കുക. ഏതുവാണെങ്കിലും ഉപ്പും മഞ്ഞളും പുരട്ടിക്കൊണ്ട് ഇന്ത്യക്കാർ ചിലരെന്ത് ചെയ്യും, 2 ദിവസം ഇത് വെച്ചുകൊണ്ടിരിക്കും. വെച്ചിട്ട് അതിലെ വെള്ളം വാർന്ന് ഊറ്റി കളഞ്ഞിട്ട് വെളിയിൽ കൊണ്ടുചെന്ന് 2-3-4 മണിക്കൂർ ഉണക്കിയിട്ട് അവരിങ്ങനെ അച്ചാറിടത്തുള്ളൂ. ഇതിപ്പം നമ്മളൊരു കാര്യമുണ്ട്, പിന്നെ ഓരോരുത്തരും ഓരോ രീതിയിലിടാം. നമ്മളിതെന്ത് ചെയ്ത് കണ്ടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഇന്നലെ ഉപ്പും മഞ്ഞളും പുരട്ടി ഒരു 5 മിനിറ്റ് വെച്ചിട്ട് നമ്മൾ അതിൻ്റെ വെള്ളം ഇച്ചിരി വന്നേ അതങ്ങ് എടുത്തിട്ട് നമ്മൾ മേളിച്ചത്തിൻ്റെ പുറത്ത് കൊണ്ടുചെന്ന് ഇട്ട് ഉണക്കി. ഞാൻ ഇന്നലെ രാവിലെ ഇട്ടിട്ട് ഇന്നലെ വൈകിട്ടാണ് എടുത്തത്. എന്നിട്ട് ഇന്നലെ വൈകിട്ട് മുട്ട വെച്ച് ഇന്ന് രാവിലെയും വെച്ചിട്ട് ഇപ്പോഴാണ് അച്ചാറിടാൻ തുടങ്ങിയത്. ഇനി ഇത് 2 ദിവസം പുറത്ത് വെക്കും. പുറത്ത് വെച്ചിട്ട് പിന്നെ നമ്മളിത് എടുത്ത് പാക്കറ്റ് ഇതിനകത്ത് പാത്രത്തിലിടത്തുള്ളൂ. അപ്പോൾ എല്ലാവരും അച്ചാറിടുന്നത് കണ്ടല്ലോ. ഇനി എല്ലാവരും എനിക്ക് ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ. ഓക്കെ, ബൈ.